പ്രൈസ് ഗോഡ്. അവേ മരിയ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാനൊരു അച്ഛൻ്റെ വീഡിയോ കാണാനിടയായി. അതിൽ അച്ഛൻ ഇപ്രകാരം പറഞ്ഞേ, അതായത് നമുക്കൊരാളെ വ്യക്തിപരമായിട്ട് വെറുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമേ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ശരിക്കും ചിന്തിച്ചു, അതെങ്ങനെയാണ് വെറുക്കാണ്ടിരിക്കാൻ പറ്റുന്നത്? എനിക്കൊരാളെ വെറുക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഒരാളെ ഞാൻ വെറുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? അപ്പോൾ അച്ഛൻ്റെ അടുത്തത് പറഞ്ഞു തന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, അതെങ്ങനെയാ അച്ഛാ അങ്ങനെ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരാളെ മനസ്സിൽ കൊണ്ടുവരിക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ വെറുപ്പുള്ള ഒരാളെ മനസ്സിലോട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മൂടൊക്കെ പോകുമായിരിക്കുമല്ലോ. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ വെറുക്കാനുള്ള കാരണം എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞേ. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാ, ഞാൻ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ വെറുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തിയിലൂടെ ഉണ്ടായ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ ആ വ്യക്തിയിലുള്ളൊരു ബാഡായിട്ടുള്ളൊരു ബിഹേവിയർ, ഒരു മോശകാര്യമാണ് ഞാൻ വെറുക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും എനിക്ക് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് പേഴ്സണലായിട്ടൊരു വെറുപ്പില്ല. ആ വ്യക്തിയിലൂടെ ഉണ്ടായ പെരുമാറ്റത്തെയാണ് ഞാൻ വെറുക്കുന്നത്. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, കറക്റ്റാണ് അച്ഛൻ പറഞ്ഞാൽ കറക്റ്റാണ്. നമുക്കൊരാളെ വെറുക്കാൻ പറ്റത്തില്ലെന്നേ, അത് ഭയങ്കര ഒരു സത്യമാണ്. നമുക്കൊരാളെ വെറുക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ അത് ആരൊക്കെയാണെങ്കിലും എടുത്ത് നോക്കിയോ, നമുക്കൊരാളെ വെറുക്കാൻ പറ്റത്തില്ല. നമുക്ക് അയാളോട് വ്യക്തിപരമായിട്ട് ഒരു വെറുപ്പുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അതെന്നാണെന്നറിയോ, കാരണം നമ്മളെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഈശോ എല്ലാവരെയും സൃഷ്ടിച്ചേക്കുന്നത് അങ്ങനെയാണ്. ഈശോയുടെ ഛായയും സാദൃശ്യവും അതിന് വേറൊരു തലം എന്ന് വെച്ചാൽ ഈശോയുടെ സ്വഭാവത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. ഈശോയുടെ സ്വഭാവം എന്ന് പറഞ്ഞാലാണ് സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹത്തിനെതിരായിട്ടുള്ളൊരു വെറുപ്പ് ഒരിക്കലും മറ്റൊരാളിലോട്ട് കുത്തിയേൽപ്പിക്കാനോ മറ്റൊരാളെ വെറുക്കാനോ നമുക്ക് പറ്റത്തില്ല. കാരണം നാം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്താലാണ്, അത് സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിന് എതിരായിട്ടുള്ള വെറുപ്പ് നമുക്കൊരാളിലോട്ട് ഉണ്ടാവാൻ നമുക്ക് പറ്റത്തില്ലെന്നേ. അപ്പം അത് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു എനിക്ക്. അത് കറക്റ്റ് കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നിങ്ങൾ വെറുക്കുന്ന ഒരാളെ മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ടേ എന്തുകൊണ്ടാണ് ഞാൻ അയാളെ വെറുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ അയാളെ അല്ല വെറുക്കുന്നത്, അയാളിലൂടെ ഉണ്ടായ ഒരു പെരുമാറ്റത്തെയാണ് നാം വെറുക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ആ ഒരു പെരുമാറ്റത്തെ, അവരിലുള്ള ആ പെരുമാറ്റത്തെ എടുത്ത് മാറ്റണേ, മറിച്ച് ആ പെരുമാറ്റത്തിലൂടെ എന്നിലുണ്ടായ മുറിവിനെ നീ സുഖപ്പെടുത്തണേ, അവരെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആവേ മരിയ.